ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫാനായർ വ്ളോഗ്സ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം. നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത് ഗ്ലൈക്കോനം 12% എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമിനെ പറ്റിയിട്ടാണ്. അതായത് ഈ ക്രീമിൽ ഗ്ലൈക്കോളിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. 12% ഓഫ് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ക്രീമിനെ പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പിഗ്മെന്റേഷൻസിന് വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട്സിന് വേണ്ടിയിട്ടും സൺ ടൺ, ഡൾനെസ്, അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ്, വ്രിങ്കിൾസ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഏജിങ് സ്പോട്ട്സിനെ റിമൂവ് ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് വാട്ടറിൽ സോളിബിൾ ആയിട്ടുള്ള ഒരു ആസിഡാണ്. അതായത് ഇതൊരു ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. ഈ ഗ്ലൈക്കോളിക് ആസിഡ് എവിടെ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്. പിന്നെ പൈനാപ്പിളിലും ഗ്ലൈക്കോളിക് ആസിഡ് അവൈലബിൾ ആണ്. ശരിക്കും ഇത് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്തിട്ട് ന്യൂ സെൽസിന്റെ പ്രൊഡക്ഷൻസിന്, അതായത് ന്യൂ സെൽസ് നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇത് നമ്മുടെ സ്കിന്നിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷനെയും ഡാർക്ക് സ്പോട്ട്സിനെയും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് വ്രിങ്കിൾസ്, അതുപോലെ തന്നെ ഏജ് സ്പോട്ട്സ്, ഡൾനെസ്, സൺ ടാൻ ഇതൊക്കെ കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊളാജിൻ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിൻ പ്രൊഡക്ഷനെ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ സ്കിന്നിന് എന്ത് സംഭവിക്കും, ബ്രൈറ്റ്നെസ് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ഏജിങ്, അതുപോലെയുള്ള ഡാർക്ക് സ്പോട്ട്സ്, നമ്മുടെ ഏജിങ് സ്പോട്ട്സ് ഇതൊക്കെ തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ സ്കിൻസിനും, അതായത് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, എല്ലാ സ്കിൻസിനും യൂസ് ചെയ്യാൻ, സെൻസിറ്റീവ് സ്കിന്നിന് വരെ, എന്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നിന് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഗ്ലൈക്കോനം 12 എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ലോവർ കോൺസെൻട്രേഷൻ മുതൽ, അതായത് ഗ്ലൈക്കോളിക് ആസിഡ് 1% മുതൽ 12% വരെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് നമ്മൾ അതിലും കൂടിയ കോൺസെൻട്രേഷൻസിലുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എപ്പോഴും ഒരു ബിഗിനർ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും നല്ലത് ലോവർ കോൺസെൻട്രേഷനിലുള്ള ഗ്ലൈക്കോളിക് ആസിഡ്സ് യൂസ് ചെയ്യാന്ന് പറയുന്നതാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ 12% ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഈ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഗ്രാജുവലി ഇതിന്റെ യൂസ് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കിന്നിൽ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഡോക്ടർ എനിക്ക് 12% ക്രീം തന്നത്. നിങ്ങളുടെ സ്കിന്നിന് അത്രയും പ്രോബ്ലംസ് ഇല്ല എന്നുണ്ടെങ്കിൽ 6% ക്രീം മതിയാകും. 10%ലും എബോവ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ 6 to 10% മതിയാവും നോർമൽ ആയിട്ടുള്ളത്. 10%ലും എബോവ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ, നല്ലപോലെ ഡാർക്ക് സ്പോട്ട്സ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത് ഈ 10%നേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആസിഡ് ആണ്. കാരണം നമ്മുടെ സ്കിന്നിന് അത്രയും പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വരുത്താത്ത ഒന്നാണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിന്റെ കൂടെ ഞാൻ വേറെ ഒന്നും എൻ്റെ മുഖത്ത് ഇടാറില്ല. ഞാൻ ഈ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്രീം മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മോർണിംഗിൽ എഴുന്നേറ്റിട്ട് സെയിം ഫേസ് വാഷ് വെച്ച് തന്നെ വാഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ മസ്റ്റ് ആണ്. കാരണം ഇത് നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇത് ആക്നീസിനെ ട്രീറ്റ് ചെയ്യാനും നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മോയ്സ്ചറൈസർ അത്യാവശ്യമാണ്. മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും ഉപയോഗിച്ചിരിക്കണം. കാരണം ഇതൊരു എക്സ്ഫോയിലേഷൻ ആണ്. നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് ന്യൂ സെൽസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിങ് ചെയ്യുന്ന കൊളാജൻ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നൈറ്റ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. അത് മസ്റ്റ് ആണ്. പിന്നെ ഈ ഒരു ക്രീം വന്നിട്ട് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് പുതിയൊരു ക്രീംസ് അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ ആസിഡിക് ആയിട്ടുള്ള ക്രീംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ ഒരുപാട് അളവിലെടുത്തിട്ട് 8 hours നമ്മുടെ ഫേസിൽ വെക്കാനായിട്ട് പാടില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുക്കുക.
എന്നിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ട നമ്മുടെ പോർഷൻസിൽ, നമ്മുടെ സ്കിന്നിൻ്റെ എവിടെയൊക്കെയാണോ നമുക്ക് ഇഷ്യൂസ് ഉള്ളത് ആ ഇഷ്യൂസ് ഉള്ളവിടത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു 1 hour വാഷ് ചെയ്ത് കളയണം. ഫസ്റ്റത്തെ ഒരാഴ്ച 1 hour മാത്രം ഇത് യൂസ് ചെയ്യുക. വാഷ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തൊന്നും വാഷ് ചെയ്ത് കളയണ്ട, ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു കൊജി ഗ്ലോ ഗോൾഡ് സ്കിൻ ലൈറ്റനിങ് ക്രീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ക്രീമിലും അടങ്ങിയിരിക്കുന്നത് ഇതുപോലെ ഗ്ലൈക്കോളിക് ആസിഡും കൊജിക് ആസിഡും ഒക്കെ തന്നെയാണ്. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡ് 1% 2% എന്തോ ആണ് അതിൽ അടങ്ങിയിട്ടുള്ളൂ. സോ അത്രയും ഹൈ കോൺസെൻട്രേഷൻ അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് 8 hours വെക്കാം. പക്ഷേ ഇത് 12% ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആകെ 1 hour മാത്രം 1 week അപ്ലൈ ചെയ്യുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. സെക്കൻഡ് വീക്ക് ആകുമ്പോൾ അത് 2 hour ആക്കുക. തേർഡ് വീക്ക് ആകുമ്പോൾ അത് 4 hour ആക്കുക. അത് കഴിഞ്ഞിട്ട് 4th വീക്ക് മുതൽ ഇത് 8 hours അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഇത് നമുക്ക് ഡെയിലി ഫേസിൽ ഇടാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് നമുക്കിത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ്, നമ്മൾ ഒറ്റയടിക്ക് നിർത്തരുത്. പയ്യാണ് ഇത് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരുന്ന് കൊടുത്തുന്നത്, അതായത് 8 hours ഡെയിലി ഇട്ടുകൊണ്ടിരുന്ന് കൊടുത്തുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുക. ഡെയിലി എന്നുള്ളത് നിർത്തിയിട്ട് ആഴ്ചയിൽ 3 ദിവസമാക്കുക, പിന്നെ ആഴ്ചയിൽ 2 ദിവസമാക്കുക, പിന്നെ ആഴ്ചയിൽ 1 ദിവസമാക്കുക. അങ്ങനെ വേണം നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. പിന്നെ ആഴ്ചയിൽ 1 ദിവസം ഒരു 1 hour ഒക്കെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമ്മൾ കാലാകാലം ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷെ ഡെയിലി യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വീക്ക്ലി 2 or 3 ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വീക്ക്ലി 1 വെച്ചിട്ട് യൂസ് ചെയ്യുക. ഗ്ലൈക്കോളിക് ആസിഡ് കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഇടുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഇതെന്ന് പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ്, അതുപോലെ തന്നെ നമ്മുടെ ട്രെറ്റിനോയിൻ, അതുപോലെ തന്നെ നമ്മുടെ റെറ്റിനോയിഡ്, വൈറ്റമിൻ സി. ഇതൊന്നും നമ്മൾ വൈറ്റമിൻ സി, റെറ്റിനോയിഡ്, ടെറ്റിനോയിൻ, അതുപോലെ തന്നെ നമ്മുടെ ബെൻസോയിൽ പെറോക്സൈഡ്, ഇതൊന്നും ഗ്ലൈക്കോളിക് ആസിഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. സോ പിമ്പിൾസ് ഉള്ളവർ ബെൻസോയിൽ പെറോക്സൈഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്യുക. വേറെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇന്ന് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് ഇട്ടു, നാളെ ട്രെറ്റിനോയിൻ ക്രീം ഇട്ടു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വൈറ്റമിൻ സി യൂസ് ചെയ്തു എന്ന് ഓർത്ത് കുഴപ്പമില്ല. ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്ന സെയിം ഡേ തന്നെ ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആസിഡ്സ് ആണ് കൊജിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ഒക്കെ. പിന്നെ നമ്മുടെ അസിലിയാക് ആസിഡും ഓക്കെയാണ്. സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, കൊജിക് ആസിഡ് ഒക്കെ ഒന്നിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ നയാസിനമൈഡും ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അതിന് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മളൊരു ക്രീം യൂസ് ചെയ്യുമ്പോൾ ആ ക്രീം മാത്രം അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഒരുപാട് ക്രീംസ് വെച്ചിട്ട് ലെയറിങ് ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.